മറ്റൊന്ന് ഈ ലിങ്ക് റോഡിൽ നിന്ന് നേരെ പോകുന്ന വാഹനം, അതും ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. അതും നേരെ ആ പാലത്തിന്റെ അടിയിൽ കൂടി കോൺക്രീറ്റ് ചെയ്ത് നേരെ ഹോസ്പിറ്റൽ റോഡിലേക്ക് കടത്തിവിടുന്ന ഒരു തീരുമാനം, ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ വടകരയിൽ പഴയ ബസ് സ്റ്റാൻഡ്, അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്ന് RD ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിൽ നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് രണ്ട് സൈഡിലേക്കും വാഹനങ്ങൾ രണ്ട് ഭാഗത്തു കൂടെ വിടുന്ന രൂപത്തിലേക്കുള്ള കർശനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നേരത്തെ പോലീസ് അങ്ങനെ ഒരു സംവിധാനം നടത്തിയിരുന്നു. പക്ഷെ രാത്രികാലങ്ങളിൽ അത് ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്തു. പഴയ പോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഒക്കെ വന്നതിന്റെ ആ ഒരു വലിയ ട്രാഫിക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വൺ സൈഡ് മാത്രമേ, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡാക്കി മാത്രം വാഹനങ്ങളെയും നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് വേർതിരിക്കാൻ ആവശ്യമായ തീരുമാനം. അതുപോലെ തന്നെ സീബ്ര ലൈനിൽ കൂടി ക്രോസ് ചെയ്യാൻ മാത്രം ആളുകൾ ശ്രമിക്കുക എന്നുള്ളത് പരമാവധി നമ്മുടെ ഈ നാട്ടിലെ ബഹുജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുക, എല്ലാ സ്ഥലത്തു നിന്നുള്ള ക്രോസിംഗ് അവസാനിപ്പിക്കുക. അവിടെ ഈ സീബ്ര ലൈനുള്ള സ്ഥലത്ത് പോലീസ് നിർത്തിയിട്ട് ഒരു കുറച്ച് കൂടുതൽ ആളുകൾ വരുമ്പോൾ ക്രോസ് ചെയ്യുന്നത് സാഹചര്യം ഉണ്ടാക്കുക. അടിക്കടി വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കുക എന്നുള്ളതൊരു വിഷയം. പിന്നെ മറ്റൊന്ന്, ഈ ലിങ്ക് റോഡിലുള്ള നേരത്തെ ലിങ്ക് റോഡിൽ നിന്ന് മാറ്റി ഉണ്ടായിരുന്ന പാർക്കിംഗ് നമ്മുടെ റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു. ആ തീരുമാനം തൽക്കാലത്തേക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഓണം കഴിയുന്നത് വരെ എങ്കിലും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഓണം കഴിയുന്നത് വരെ ആ ലിങ്ക് റോഡിൽ നിന്നുള്ള പാർക്ക് തന്നെ തുടരാൻ, നേരത്തെ പോലെ തന്നെ റിംഗ് റോഡിൽ ബസ് പാർക്ക് ചെയ്ത് ആളുകളെ ഇറക്കുന്ന ഒരു സംവിധാനം ഈ ചുറ്റി മാർക്കറ്റ് റോഡ് വഴി വരുന്നത് ഒഴിവാക്കി ലിങ്ക് റോഡിൽ തന്നെ ഇറക്കാനുള്ളത് താൽക്കാലികമായിട്ട് ഓണം കഴിയുന്നത് വരെയെങ്കിലും ഇപ്പോൾ നടത്താൻ അത് ഈ ഒരു കലക്ടർ നാളെ ഓർഡർ ഇടും. അതിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഈ ട്രാഫിക്, ഈ സർവീസ് റോഡൊക്കെ ക്ലിയർ ചെയ്താൽ പഴയ പോലെ തന്നെ ആക്കുന്ന കാര്യം ആലോചിക്കാം. തൽക്കാലം ഇപ്പം ഈ ലിങ്ക് റോഡിൽ തന്നെ ബസ് പാർക്ക് ചെയ്താനും ആളുകളെ ഇറക്കാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 5-ാം തീയതി ഇവര് സമരമോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കണം എന്നുള്ളതും കൂടിയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്.